ഒരു അമ്പലത്തിലോട്ട് പോകുമ്പോ ആദ്യം നമ്മൾ കുളിക്കുന്ന അകത്തോട്ട് കയറുമ്പോൾ ആദ്യം കേൾക്കുന്ന ചെണ്ടയാണ് അല്ലേ? ഭയങ്കര അടിയല്ല അടിക്കുന്നത്. ആ ചെണ്ട കൊണ്ട് കർണങ്ങളെ ഉണർത്തും, ചെവിയെ ഉണർത്തുകയാണ്. അത് കഴിഞ്ഞ് ദീപം കാണുന്നു, അത് കണ്ണിനെ ഉണർത്തുന്നു. മൂന്നാമത് നിങ്ങൾ ചന്ദനത്തിരിയും എന്തൊക്കെയായിട്ട് കത്തിക്കുന്നേ? പൊഹ മൂക്കില് മണത്തിനെ ശരിയാക്കുന്നു. നാലാമത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ആഹാ, ഗണപതി ഹോമം. ഈ ഗണപതി ഹോമത്തിന് പൊഹിക്കുന്ന ആ ഇതില്ലേ, മൊത്തം ആയുർവേദത്തിലെ ടോപ്പ് മരുന്നുകളാണ്. ഇതിട്ട് നിങ്ങൾ പോറ്റി കഴിഞ്ഞാൽ ഈ രക്തം ശുദ്ധിയാവുകയാണ് ശരീരത്തിൽ. അതുകൊണ്ടാണ് അമ്പലത്തിൽ ഉടുപ്പിടാതെ കയറണമെന്ന് പറയുന്നത്, അല്ല വെറുതെ ഒന്നുമല്ല. ഉടുപ്പിടുന്നതിന് ആൾക്കാർക്ക് വലിയ ദേഷ്യമാണ്. ഉടുപ്പ് ഇടാതെ കയറുമ്പോൾ ഈ പുക ഇവിടെയൊക്കെ അടിക്കും. അകത്ത് കയറിയിട്ട് അപ്പൊ എത്ര എണ്ണമായി വേണമെന്ന്? 4. ഇനി 5ാമത്തത് ഭഗവാനെ നമ്മൾ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൂലേ? അങ്ങനെ അറിയാതെ അമ്പലത്തിൽ പോന്നേ? അമ്പലത്തിന്റെ ബിംബത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക, ഒരു സൈഡിലോട്ട് മാറിയിട്ട്. അതിനെ ആദ്യമേ നിങ്ങൾ ഒരു ഭഗവാനും ഒരു ഇതും ചെയ്യണ്ട. ആദ്യമേ അതിനകത്ത് ഭഗവാനെ നമ്മൾ വീട്ടുകളിൽ ഒരു അതിഥി വന്നാൽ ആദ്യം എന്താ ചെയ്യുന്നേ? വെളിയിൽ കിണ്ടി വെച്ചിട്ടുണ്ട്, കാല് കഴുവും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും കൊടുത്തിട്ട് ചാക്കാല പറയാൻ വന്നാൽ പോലും പറയാൻ പാടുള്ളൂ എന്നാണ് ഹൈന്ദവ സംസ്കാരം, ഇല്ലേ? ആണല്ലോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ആദ്യമേ ഭഗവാനെ അവിടെ ഇരുത്തണം. ഇതിനകത്ത് അത് ഏതിനകത്തും ആയിക്കോട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ആരും ആയിക്കോ, നിങ്ങൾ ഭഗവാനെ കാണാനല്ല അവിടെ പോന്നേ. ഭഗവാനെ കാണണമെങ്കിൽ അവിടെ കാണിക്കാം. അവിടെ ചെന്ന ഭഗവാനെ അതിനകത്ത് അങ്ങ് ഇരുത്തുക. നിങ്ങൾ ശിവന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗണപതി ഇരുത്താം. നിങ്ങൾക്ക് പള്ളിയിൽ ചെന്നിട്ട് അവിടെ വേണമെങ്കിൽ പിന്നെ ശിവനെ ഇരുത്താം, അറിയോ? ക്രോസിനകത്ത് വേണമെങ്കിലും ശിവനെ കൊണ്ടിരുത്താം, ഒരു സംശയമില്ല. ഇരുത്തിയിട്ട് ആദ്യമേ അവിടെ ഇരുത്തിയതിന് ശേഷം നമ്മൾ കാലും കൈ കഴിവുന്നു, ഇല്ലേ? അതിന് പകരം നമ്മൾ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുന്നു. സമയമുണ്ടെങ്കിൽ പാലഭിഷേകമോ നെയ്യഭിഷേകമോ എന്തൊക്കെ നിങ്ങൾ വേണേലും മനസ്സിൽ അങ്ങോട്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഉടയാടകളെല്ലാം അണിയിച്ച്, തോർത്തി ഉടയാടകളെല്ലാം അണിയിച്ചു. അതിനുശേഷം പുള്ളിക്ക് ആഹാരം കൊടുക്കണം. ആർക്ക്? ആഹാരവും കൊടുത്തു. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേണ്ട, ഇച്ചിരി പാൽപ്പായസം മാത്രം കൊടുത്തിട്ട് വരാൻ ഇഷ്ടമെങ്കിൽ അത് മാത്രം കൊടുക്കാം. ഇതെല്ലാം മനസ്സിലാണേ. എന്തൊക്കെ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാം കൊടുത്തതിന് ശേഷം ഒരു കർപ്പൂരം എടുത്ത് കത്തിക്കുന്നു ഹിന്ദുക്കള്. ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കുന്നു. ഇത് ചെയ്ത് തീരുമ്പോൾ നമ്മുടെ ആത്മാവാണ് ഈ കത്തുന്നതെന്നും ഇത് അങ്ങയിലേക്ക് അർപ്പിക്കുന്നു എന്നുമാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? അങ്ങയിലേക്ക് ഇത് അർപ്പിച്ചിരിക്കുന്നു. അർപ്പിച്ചതിന് ശേഷം അപ്പം നമ്മൾ രണ്ടുപേരും ഒന്നായി. ആരൊക്കെയാ? നമ്മൾ രണ്ടുപേരും അല്ലേ? ഒന്നായി. അതിനുശേഷം ആശയവിനിമയം നടത്തുക. എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ്? വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഞാൻ ശരിക്കാണോ പോന്നി? ഇതൊക്കെ ആരോടാ ചോദിക്കേണ്ടത്? നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങൾ അവിടെ ചോദിക്കുക, അതിനെല്ലാം ഉത്തരം അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ എന്ത് വേണം പക്ഷെ മനസ്സുറന്ന് ചോദിക്കണം. അതുകൊണ്ടാ പറഞ്ഞ് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മല മാറി നിൽക്കുമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചുമ്മാ ഒന്നുമല്ല. അതിന് കടുകുമണിയോളമെങ്കിലും എന്നാലേ പറ്റുള്ളൂ, അല്ലേ? മാറ്റിവെച്ചു. അപ്പോ ആശയവിനിമയമൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം കേട്ടു. തിരിച്ചു പോരാൻ നേരത്ത് നമ്മൾ കൊടുത്ത പ്രസാദമില്ലേ, അതിന് ശകലം പോറ്റിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മൾ നക്കുമ്പോൾ 5ാമത്തെ ഇന്ദ്രിയമായ നാക്കും ശരിയായി. കണ്ടാ എങ്ങനെയുണ്ട്? എന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മൾ ആരുടെ മക്കളാ? അതല്ല ഉറപ്പാണോ? സംശയം ഒരിക്കലും. എങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് എന്തിനു പറയുന്നു? നിങ്ങളുടെ മക്കള് നിങ്ങളോടൊരു പിക്ചർ പോകാനായിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു 10 രൂപ തരാം, എന്നെ പിക്ചറിന് വിടുമെന്ന് ചോദിക്കുവോ? ഇല്ല. പിന്നെ നിങ്ങൾ അവിടെ ചെല്ലല്ലേ വരുന്നത്? എനിക്കൊരു ലോട്ടറി അടിക്കാമെങ്കിൽ ഞാൻ നിനക്കൊരു വഴിപാട് നടത്താം, അല്ലെ ഒരു അത് ചെയ്യാം, ഇത് ചെയ്തു തരാം, അത് ചെയ്തു തരാം. ഞാൻ കാശ് കൊടുക്കുക കൊണ്ട് ചെന്നിട്ട് പോതുമാന്നാ ചോദിക്കുന്നത്, ഇല്ലേ? കമ്മീഷൻ കൊടുക്കണം. ആർക്ക്? അച്ഛനും അമ്മയ്ക്കാണ് നിങ്ങൾ കമ്മീഷൻ കൊടുത്തിട്ട് പറയുന്നത് ഞാൻ ഇത് ചെയ്തു തരാം, എനിക്കിത് ചെയ്തുതാ. കണ്ടീഷനാ പറയുന്നത്. നിങ്ങളോട് എന്തെങ്കിലും കളിക്കുന്നത്? ഇത് ശരിയായത്? അപ്പൊ നിങ്ങൾ ദൈവത്തെ വിശ്വാസമില്ല. നിങ്ങൾ അച്ഛനും അമ്മയാണെന്ന് അതിനകത്ത് നിങ്ങൾ പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വിശ്വാസമില്ല. അവിടെയാ കുഴപ്പം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇത് എന്റെ അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് കമ്മീഷൻ കൊടുക്കുമാരെങ്കിലും കൊടുക്കുവോ? അപ്പൊ എവിടെ വിശ്വാസം? അതെ, ഈ ഇവിടെ സൂയിസൈഡ് പോയിന്റ് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടേച്ച് പോക്കുള്ളൂ, ഇല്ല? കണ്ടോ? ഉണ്ട്.
അപ്പൊ അവിടെ ഒരാള് ഇത് വേറൊരു ചരിത്രം പറയാം. ഞാൻ ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ടത്. അപ്പൊ ഈ നമ്മുടെയൊക്കെ ജനനവും മരണവും ഒക്കെ നേരത്തെ അല്ലേ? അമ്മയുടെ വയറ്റിൽ എപ്പോൾ നമ്മൾ ആവുന്നുവോ അപ്പൊ തന്നെ റിട്ടേൺ ടിക്കറ്റ് വന്നിട്ടുണ്ട്. റിട്ടേൺ ടിക്കറ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അതിന് ആരും പറ്റുമോ? പക്ഷെ ആരും കൊണ്ട് പറ്റൂല. ഇനി പുള്ളിക്കാരൻ വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഫയൽ ഇനി ഒത്തിരി തപ്പണം. അപ്പൊ തമ്പുരാൻ വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? പറഞ്ഞു, ഉണ്ട്. എന്നാ നീ കൈവിട്, നിന്നെ ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞു. നീ കൈവിട്, ദൈവത്തെ അറിയാതെ അവൻ കൈവിടില്ലെന്ന്. അത് പള്ളി വിത്തെന്ന് പറയാൻ പറഞ്ഞു. അത് നടക്കില്ല. അല്ല, മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായല്ലോ? അവൻ കൈവിടത്തില്ല. കാരണം കൈവിട്ട അവനറിയാം. താഴെ പോവും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കൈവിട്ടില്ല. എന്നാ നീ അവിടെ കിടന്നാൻ ചോദിച്ചോളാൻ പറഞ്ഞു. അവൻ കൈവിട്ടിരുന്നെങ്കിൽ ഇത്രയും കൂടെ ബാക്കിയുള്ളായിരുന്നു, തറയിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതേ ചെന്ന് നിന്നേനെ. അല്ല, മനസ്സിലായ? അപ്പൊ ദൈവം പറയുന്നുണ്ട് നിന്നെ ഞാൻ രക്ഷിക്കാന്ന്. ആ ദൈവത്തെ പോലും നമുക്ക് വിശ്വാസമില്ല. അവസാനം വന്ന വഴിക്ക് പോലും നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പോലും ആ ദൈവം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പിന്നാണോ നമ്മള് തമ്പുരാനെ പിന്നെ നിങ്ങൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മളിലാന്ന്. നാരായണ ഒരു കണ്ണാടി വെച്ചിട്ട് പറഞ്ഞു, നീ നിന്നെ പോയി കണ്ടുപഠിക്കാൻ പറഞ്ഞു. ആ കണ്ടുപഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അല്ലാതെന്നാ പഠിച്ചപ്പിച്ചതെന്ന. പക്ഷെ നമ്മളെന്ത് ചെയ്തു? നീ ആണെന്ന് ധരിച്ചു. അത് ഞാൻ കണ്ണാടി കാണുന്നത് നീ അല്ല. നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. നിങ്ങളുടെ മുഖം നിങ്ങൾ എന്ന് കാണാൻ പറ്റുന്നു അന്ന് നിങ്ങൾക്ക് ദൈവത്തെ കാണാം. ഇപ്പൊ നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നത് അറിയോ? ആർക്കെങ്കിലും അറിയോ? പറ്റൂല. നിങ്ങളുടെ മുഖം എനിക്കെന്നറിയോ? നിങ്ങളുടെ മുഖം ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലും നടക്കൂല. നിങ്ങൾ എത്ര കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ദിവസേന പോയി നിന്നോ, നിങ്ങളുടെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നതെന്ന് പറയും. ഒരിക്കലും പറ്റൂല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. അത് നിങ്ങളുടെ മുഖം കാണുന്നു അന്നേരേ ഉള്ളൂ, മാഞ്ഞുപോയി. അത് നിങ്ങളുടെ മനസ്സിലിരിക്കില്ല. അപ്പഴേ വിട്ടു, അപ്പഴേ ആ കണ്ടതേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ എന്ത് പറയാ നിങ്ങളുടെ മുഖം കണ്ടിരിക്കാന്ന്? നിങ്ങൾക്ക് ഇമാജിയോ? ഈ ഇരിക്കുന്നു ഇപ്പം വേണ്ട. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം നിങ്ങൾ ഇമാജിയോ നിങ്ങളുടെ മുഖത്തെ എങ്ങനെ ഇരിക്കാന്ന്? ഒരിതിരെ കൊണ്ട് നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ഇമാജി ചെയ്ത് നോക്കുന്നത്. നിങ്ങൾ കണ്ണാടിയിലല്ലോ നോക്കണം, നിങ്ങളിപ്പോ നോക്കണം. കാണാൻ പറ്റൂല. അതാണ് ദൈവം. കാരണം ദൈവത്തെ കാണാൻ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റൂല. നിങ്ങൾ എന്ന് നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നു അന്ന് നിങ്ങൾ ദൈവത്തെ കണ്ട്. അല്ല, മനസ്സിലായ? കണ്ട നിങ്ങൾ കാണാം. കണ്ണാടി പോകുമ്പോൾ ഒരിക്കലും കാണാൻ പറ്റൂല. എപ്പോഴും ഓർത്ത് വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് കാണാം ഷേപ്പ്. അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. അത് പിന്നെ നമ്മുടെ മനസ്സിൽ ഇരിക്കില്ല. നിൽക്കുവോ? ഒരിക്കില്ല. അങ്ങനെയുള്ളവനാണ് അവന് നല്ല യോഗ ചെയ്യണം. നല്ലതുപോലെ യോഗ ചെയ്യുന്ന ഒരാൾക്ക് നല്ലതുപോലെ ചെയ്യാമെങ്കിൽ ഒരു കുറെയൊക്കെ ഒരു ഉൾക്കൊള്ളാൻ പറ്റും. ഉൾക്കൊള്ളാൻ. എന്നാൽ ഷേപ്പ് വരൂല. അതാണല്ലോ ദൈവം നമ്മളാണെന്ന് പറയുന്നത്. നിങ്ങൾ ശബരിമല പോകുമ്പോ അവിടെ ചെന്നിട്ട് ആ 18 പടി അങ്ങോട്ട് കയറുമ്പോ മഞ്ഞ ബോർഡില് കറുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ലായിരുന്നു. തത്വമസി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തത് സംസ്കൃതമാണ്. അത് തു നീ, അസി ആകുന്നു, അത് നീ ആകുന്നു. നീ ആരെ തിരക്കാണോ ഇവിടെ വന്നത് അത് നീ ആകുന്നു എന്നാണ്. ഇത്രയും കടമ്പകൾ കടന്ന് ഇവിടെ ആര് വരുന്നുവോ അവനെല്ലാം അയ്യപ്പനാണ്. മനസ്സിലായ? ആരവിടെ വരുന്നു അവിടെ ചെല്ലുമ്പോൾ കേട്ടിട്ടുണ്ട ഒറ്റ മനുഷ്യന്റെ പേരിട്ടല്ലേ വിളിക്കുന്നത്. മോഹനൻ അയ്യപ്പൻ, പിന്നെ രാധ മാളികപ്പുറം അയ്യപ്പനും അവിടെ വരുന്നോളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അവിടെ അയ്യപ്പന്മാര്